ഹലോ ഗേസ്, അപ്പോൾ നമ്മളെല്ലാവരും പാടെ ഇന്നൊരു വണ്ടിപ്പൂട്ടിന് പോവുകയാണ്. മുറയൂരാണ് വണ്ടിപ്പൂട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്തിക്കണു. പേരും ജനാണ്. അപ്പോൾ നമ്മളെ വണ്ടി പോകണ കണ്ടിട്ടാണ് തോന്നുന്നത് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിൻ കവാടവും കാര്യങ്ങളൊക്കെ. ഇതിനാണ് അപ്പോൾ വണ്ടി കയറി ഇറങ്ങുകയും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വണ്ടി കണ്ടത്തിൽ ഇറങ്ങി പൂട്ട് തുടത്തിയിരിക്കണു. അപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് കണ്ടത്തേക്ക് ഇറങ്ങിയിരിക്കണു. വണ്ടിപ്പൂട്ട് കാണാനപ്പോൾ ആണുങ്ങൾ മാത്രമല്ല അതേമാതിരി പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല ജനമുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി കണ്ടാലോ? സെറ്റല്ലേ? അസോസിയേഷൻ എന്ന സംഘടനയുടെ കൊണ്ടോട്ടെ താലൂക്ക് പ്രസിഡന്റുമായി ഈ ഒരു സമയത്ത് ഏറെ ഈ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ അതൊരു ജീവിതമാർഗമാക്കാനും എനിക്ക് സാധിച്ചു. എല്ലാവരും ഇപ്പോൾ നൈസായിട്ട് ആ വണ്ടി കുടുങ്ങിക്കണു പറഞ്ഞാൽ വണ്ടി പാടത്തേക്ക് ഇറങ്ങിയേക്ക് തന്നെ അവിടുന്ന് ഒരു അടി വണ്ടി നീങ്ങണില്ല. അപ്പോൾ ആ നേരത്തെ കുടുങ്ങിയ വണ്ടി കെട്ടി വലിച്ചിട്ട് വരികയാണ് ഇപ്പോൾ ഈ ട്രാക്ടർ. ഒരു കാണുന്ന മാതിരിയല്ല കേട്ടോ. മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ഈ വർഷം നേടിയ മനുഷ്യനാണ്. ഇത് ഡെസേർട്ട് കിങ് എന്നൊക്കെ പറയാൻ പറ്റിയൊരു മുതലാണ് ഇറങ്ങാൻ പോണത്. അതിൻ്റെ ഒച്ചപ്പാടും ബഹളമാണ് ആ കേൾക്കണത്.
അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ട്രാക്കിലോട്ട് ഇറങ്ങുന്ന രംഗാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. വണ്ടി നമ്പർ 149 149. മീഡിയക്ക് വേണ്ടി ഈ സ്റ്റേജിലേക്ക് വിളിക്കും. അവർക്ക് വേണ്ടി ഒരിക്കലും വരുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. 4 ലേഡീസ് 4 ലേഡികൾ അത് ന്യൂസുകാർ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വരാം കേട്ടോ. വീടിന്റെ ചുറ്റിന്റെ കൂപ്പായിട്ട് കൊടുക്കണം. ഫുഡ് കിട്ടിയ ആളുകൾ ഫുഡ് വിതരണം ചെയ്തിട്ടുണ്ട്. ഫുഡിന് എല്ലാവരും പോകരുത്. ആണ് ഉത്തരവാദിത്തം മറ്റുള്ള ഏൽപ്പിച്ചതിന് ശേഷം എല്ലാവരും പോകരുത്. കോട്ടക്കാരിലെ അസ്മിൽ ഇവിടെ സ്റ്റേജിന്റെ അടുത്തുണ്ട്. കോട്ടക്കാരിലെ അസ്മിൽ. അപ്പോൾ നമുക്ക് മെയിൻ കമ്മിറ്റിക്കാരെ തന്നെ കൈ കിട്ടിക്കണം. അപ്പോൾ നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ. പരിപാടി കളറായി. എല്ലാരും സപ്പോർട്ടിലോട്ട് തന്നെ വമ്പ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആ എൻട്രൻസ് ചെയ്യുന്ന നമ്മുടെ ആളുകൾ വണ്ടി പോയാൽ വീണ്ടും ആ റോഡിലേക്ക് ഇറങ്ങി നിൽക്കരുത്. അവിടെ ഒഴിഞ്ഞു കിടക്കണം. വണ്ടി ഇറങ്ങാനും കയറാനും സൗകര്യം. വെറും 2 ആഴ്ചത്തെ പ്ലാൻ. പരിപാടി ഫുള്ള് തെറ്റ. എന്താ പറയാണ്? പരിപാടി ഫുൾ കളറ് കത്തിച്ചോ. ഓക്കെ, ട്രാക്കിൽ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. ബെസ്റ്റ് പെർഫോമർ ആരാന്നുള്ളതൊക്കെ ഇപ്പം പറഞ്ഞത് എന്റെ വീഡിയോയിൽ പറഞ്ഞത്. എന്നാ ഇനി നമുക്ക് കുറച്ച് വണ്ടികളെ വീഡിയോസ് കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വണ്ടിപ്പൂട്ടിൽ വന്നതിൽ ഏറ്റവും വില പിടിപ്പിലുള്ള വണ്ടിയാണ് ഇപ്പോൾ ഈ ഇറങ്ങുന്നത്. അവസാനം വണ്ടിപ്പൂട്ടിന് വന്നാൽ നമ്മൾ കമ്മിറ്റിക്കാരായി. വണ്ടിപ്പൂട്ട് നമ്മൾ പരിപാടി പങ്കെടുക്കാൻ വന്ന നമ്മൾ കമ്മിറ്റിക്കാരുമായി. നമ്മളപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് കൊളക്കാത്ത സംഭവം ഉണ്ടായത്. പാണ്ടിക്കാട് കുഞ്ഞാനെ സ്പൾബർ എടുത്തിട്ട് വള്ളത്തിൽ ചേറ്റിൽ മുക്കി.
ആ മുക്കീൻ്റെ ഇറക്കം ഒന്ന് സ്പൾബറിൻ്റെ പിന്നാലെ ഒരു വടി എടുത്ത് നടക്കുക കണക്ക് ഞാൻ കാണിച്ചു തരാറിട്ട്. റോഡിന്റെ കുടിച്ചിട്ട് പോയാൽ മാത്രല്ല വണ്ടിയോണ്ട് ഒരു പൂട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഈ നാക്കാലിയാള് ഇന്ന ചളിയില് ഏതായാലും ഞാൻ ചളിയാണ് ഇന്ന ഓൾറെഡി ചളിയിൽ മുക്കിയിട്ടുണ്ട്. ഇനി രണ്ട് പൂട്ട് എന്താണെന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് ഞാൻ കാട്ടി കൊടുക്കും. അപ്പോൾ കുട്ടികളും തുടർത്തിക്കണം. ഇനി പാണ്ടിക്കാട് കുഞ്ഞാനെ ഞങ്ങളൊന്ന് കുളിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതേപോലെ കാളപൂട്ട് വണ്ടിപ്പൂട്ട് എല്ലാം നമ്മളെ മലപ്പുറത്തിന്റെ ഒരു അഹങ്കാരമായ അതിനാണ് തെളിവാണ് ഈ കാണുന്ന ജനങ്ങൾ കാട്ടി അപ്പോൾ വനിതാ വിഭാഗത്തിൽ ഇവരാണ് അപ്പോൾ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ 3-ാം സ്ഥാനത്ത് ഇവരാണ്. രണ്ടാം സ്ഥാനത്ത് ഗൈസ് ഈ വണ്ടിപ്പൂട്ടിലെ വിന്നറാണ് ഈഗിൾ എന്ന് അറിയപ്പെടുന്ന ഈ ടീമാണ് അപ്പോൾ വിൻ ചെയ്തിരിക്കണത്. ടീം ഓൾട്ടറൻസിന്റെ എല്ലാ മെമ്പർമാരും ഈ വേദിയിൽ എത്തിച്ചേരാം. നിലമ്പൂർ കവളമുക്കടയിൽ നിന്നുള്ള മുസ്തഫ മൈക്കുമാന് വരില്ല ആള് തരുന്നുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കാം.